പാണ്ഡിത്യമതെങ്ങഹോ കവിയശ പ്രാർത്ഥിത്വമെങ്ങെങ്കിലും തൃപ്പാദാശ്രിതനാമിവങ്കൽ കരുണാവാങ്കം പൊഴിക്കേണമേ അല്പം നീ കനിവേകിയാൽ മതിയതിന്നല്ലാകിൽ നീ എന്നിയെ നിൽപ്പാനുള്ള മരുന്നു ഞാൻ കരുതിയില്ലമ്മേ പരമേ ഭയം. സർവത്ര ദേവീ നാമസങ്കീർത്തനം. മഹാദേവി നമ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. നവമസ്കന്ധം ദേവി ഭാഗവതത്തിലെ 29-ാമത്തെ അധ്യായം. ദാനധർമ്മങ്ങളുടെ മാഹാത്മ്യങ്ങൾ, തദ്വാര ലഭിക്കുന്നതായിട്ടുള്ള പുണ്യവും അപുണ്യവുമാണ് ഇവിടെ ധർമ്മരാജൻ സാവിത്രിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ പലവിധത്തിലുള്ള ദ്രവ്യങ്ങൾ ബ്രാഹ്മണർക്ക്, അർഹിക്കുന്നവർക്ക്, മഹാത്മാക്കൾക്ക് ദാനം ചെയ്യുന്നത് കൊണ്ട് കിട്ടുന്നതായിട്ടുള്ള സ്വർഗാദി ഭോഗങ്ങളും മറ്റും ഇവിടെ ദീർഘമായിട്ട് അവലോകനം ചെയ്തു വരുന്നുണ്ട്. അതേമാതിരി ദാനം ചെയ്യുന്ന, അതായത് ശുദ്ധനായ ബ്രാഹ്മണന് ദാനം ചെയ്യുന്നത് സൂര്യലോകം പ്രാപിക്കാനുള്ള മാർഗമാണ്. അങ്ങനെ ദാനം ചെയ്യുന്നവരെ 10,000 വർഷം സുഖമായിട്ട് സൂര്യലോകത്തിൽ വസിക്കും. ദുഃഖം തീരെ അനുഭവിക്കാതെ കണ്ട് പരമസുഖമായിട്ട് അവിടെ ഇരിക്കും. ബ്രാഹ്മണർക്ക് ഭൂമിയും ധാരാളം ധനവും നൽകുന്നവരെ വിഷ്ണുലോകം പ്രാപിക്കും. മനോഹരമായ ശ്വേതദ്വീപിൽ ചെന്നുചേരും. ആദിത്യനും ചന്ദ്രനുമുള്ള കാലത്തോളം അവരവിടെ തന്നെ വസിക്കും. നീർനാൾ വാഴും. ഭക്തിപൂർവം ആരാണോ വിപ്രന് ഗൃഹം ദാനമായിട്ട് നൽകുന്നത്, അവർ സുഖദായകമായ വിഷ്ണുലോകത്ത് എത്തിച്ചേരും. ആ ഗൃഹത്തിന്, അതായത് ദാനം കൊടുത്ത ഗൃഹത്തിന് എത്ര രേണുക്കൾ, എത്ര മൺതരികൾ അവിടെയുണ്ടോ അത്രയും കാലം വിഷ്ണുലോകത്തിൽ അവരിയ്ക്കുന്ന പറയണത്. അവർ സസുഖം അവിടെ ജീവിച്ചുകൊണ്ടിരിക്കും. ദേവന്മാർക്ക് ആലയങ്ങളെ, ക്ഷേത്രങ്ങളെ നിർമ്മിച്ച് നൽകുന്നതായിട്ടുള്ള മനുഷ്യര്, അതാത് ദേവന്മാരുടെ ലോകത്ത് ദേവാലയ രേണുക്കള്, ഓരോ ദേവാലയങ്ങളിലും എത്ര മൺതരികളുണ്ടോ അത്രയും കാലം വാഴുന്ന പറയണത്. സൗധമാണ് ദാനം ചെയ്യുന്നത് എങ്കിൽ അതിൻ്റെ 4 ഇരട്ടി ദേശമാണ് ദാനം ചെയ്യുന്നത് എങ്കിൽ 10 ഇരട്ടിയെ പുണ്യം കിട്ടും. ഉത്കൃഷ്ടമായ ദേശമാണ് നൽകുന്നത് എങ്കിൽ ഇരട്ടി പുണ്യമുണ്ട്. സമസ്ത പാപങ്ങളിൽ നിന്ന് മുക്തനാകാൻ വേണ്ടി തടാകം ദാനം ചെയ്യാം. പുഴിപ്പൊടികൾ എത്രയുണ്ടോ അത്രയും കാലം ജനലോകത്ത് വസിക്കും. വലിയ കുളം നിർമ്മിക്കുന്നതിനേക്കാൾ 10 ഇരട്ടി ഫലമാണ് അതിന്. കുളം നിർമ്മിച്ച് ദാനം ചെയ്യുന്നവന് ലഭിക്കുന്ന പുണ്യം തടാകം ദാനം ചെയ്യുന്നത് അത്ര തന്നെ വരും. 4000 വിൽപ്പാട് നീളമാണ് നിശ്ചയിച്ചിരിക്കുന്നത് തടാകത്തിന്. അത്രയും വീതിയും ഉണ്ടായാൽ അത് തടാകമായി. വിസ്താരം അതിൽ കുറഞ്ഞിരിക്കുകയാണെങ്കിൽ അതിന് വാപി എന്നാണ് പറയുക. അപ്രകാരമുള്ള 10 വാപികൾ ഉണ്ടാക്കി ദാനം ചെയ്യുന്ന ഫലമുണ്ട് ഒരു കന്യകയെ ഉത്തമനായ ഒരു വരന് ദാനം ചെയ്താൽ. കന്യാദാനം, മഹാദാനം എന്നൊക്കെ പറയും. അന്നദാനം മഹാദാനം, കന്യാദാനം മഹാദാനം, ജ്ഞാനദാനം മഹാദാനം എന്നൊക്കെ പറയാറുണ്ട്. സർവ അലങ്കാരങ്ങളോടും കൂടി വിവാഹം ചെയ്തു കൊടുത്താൽ ഇരട്ടിയാണ് പുണ്യം കിട്ടുക. തടാകങ്ങൾ ദാനം ചെയ്യുന്ന ഫലമുണ്ടാകും. ഇനി ഒരു തടാകം ജീർണോദ്ധാരണം ചെയ്യുന്നതുകൊണ്ട്, ഒരു കുളം ജീർണോദ്ധാരണം ചെയ്യുന്നതുകൊണ്ട്, പുതിയതായി ഒരു കുളം കുഴിക്കുന്നതുകൊണ്ട്, ഒരു അരയാൽ തയ്യ വെച്ച് പിടിപ്പിക്കുന്നതുകൊണ്ട് അവരൊക്കെ തപോലോകത്ത് ചെന്ന് 10,000 വർഷം അവിടെ വസിക്കും. ഐശ്വര്യത്തിന് വേണ്ടി പുഷ്പോദ്യാനമുണ്ടാക്കി ദാനം ചെയ്യുന്നവൻ ധ്രുവലോകത്ത് 10,000 വർഷം സുഖമായി വസിക്കും.
അതേപോലെ ഈ ഭാരതത്തിലെ വിഷ്ണുവിനെ വിമാനമുണ്ടാക്കി നൽകുന്നവനാണെങ്കിൽ അവന് ഒരു മന്വന്തരക്കാലം വിഷ്ണുലോകത്ത് സുഖമായി വസിക്കാം. അങ്ങനെ നൽകുന്ന വാഹനം വിസ്താരമുള്ളതും വിചിത്ര ശില്പാദികളും ഉള്ളതാണെങ്കിൽ ഫലം 4 ഇരട്ടിയാകും. ഒരു പല്ലക്കാണ് ഉണ്ടാക്കി വിഷ്ണുവിനെ ഭഗവാന് ദാനം ചെയ്യുന്നത് എങ്കിൽ അതിൻ്റെ പകുതി ഫലം കിട്ടും എന്നുള്ളത് തീർച്ചയാണ്. ഒരു മന്ദിരമുണ്ടാക്കി ഹരിക്ക് ഭക്തിപൂർവം ദാനം ചെയ്താൽ 100 മന്വന്തരം വിഷ്ണുലോകത്തിൽ വസിക്കും. സൗധങ്ങളോടുകൂടിയിട്ട് എന്ന് പറഞ്ഞാൽ കെട്ടിടങ്ങളോടുകൂടിയിട്ട് രാജവീഥി ഉണ്ടാക്കുന്നവൻ 10,000 വർഷം ഇന്ദ്രലോകത്ത് പൂജിക്കപ്പെടുന്നവനാകും. ബ്രാഹ്മണന്മാർക്ക് ദാനം ചെയ്താലും ദേവന്മാർക്ക് ദാനം ചെയ്താലും ഫലം തുല്യമാണ്. ഇങ്ങനെ ദാനങ്ങൾ ചെയ്യുന്നവന് നല്ല ഫലങ്ങൾ അനുഭവിക്കാം. ദാനം ചെയ്യാതിരുന്നാൽ സ്വർഗാദിഫലങ്ങളും കിട്ടില്ല. ദാനം ചെയ്ത സ്വർഗാദിഫലങ്ങൾ അനുഭവിച്ചിട്ട് പുണ്യവാനായവൻ ഭാരതഭൂമിയിൽ വീണ്ടും ജനിക്കണു. അങ്ങനെ ഉത്തമ ബ്രാഹ്മണകുലത്തിൽ തന്നെ വന്ന് ജനിക്കും. ഭാരതത്തിൽ വന്ന് പിറന്ന പുണ്യകർമ്മങ്ങൾ ചെയ്ത സ്വർഗാദിസുഖങ്ങൾ അനുഭവിച്ചിട്ട് വീണ്ടും വിപ്രനായി ജനിക്കും. ഇങ്ങനെയാണ് ക്ഷത്രിയൻ തുടങ്ങിയവരും കർമ്മഫലം അനുഭവിക്കുന്നത്. ക്ഷത്രിയനോ വൈശ്വനോ 100 കോടി കൽപ്പങ്ങൾ തന്നെയും തപസ് ചെയ്താലും ദാനധർമാദികള് സ്വന്തം വർണ്ണങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങൾ വർണ്ണാനുഷ്ഠാനങ്ങൾ ചെയ്യാത്ത പക്ഷം ബ്രാഹ്മണത്വം ലഭിക്കില്ല എന്ന ശ്രുതികൾ പറയുന്നുണ്ട്. ഭാഗ്യം കൊണ്ടും തീർത്ഥാടനം കൊണ്ടും അനേകം ജന്മങ്ങൾ കൊണ്ടും ഒരുവന് ശുദ്ധി നേടാം. ഇങ്ങനെ ഞാൻ ഏതാനും ചിലതൊക്കെ നീ ചോദിച്ചതിൻ്റെ ഉത്തരമായിട്ട് ആ ദാനധർമ്മങ്ങളെക്കുറിച്ചും ആ സ്വർഗനരകാദികളെക്കുറിച്ചും അവിടെ മനുഷ്യൻ എപ്രകാരം പോകണോ എന്നുള്ളതിനെക്കുറിച്ചുമെല്ലാം ദീർഘമായിട്ട് പറഞ്ഞു തന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ 29ാമത്തെ അധ്യായം പരിസമാപിക്കുന്നു. ബാക്കി ഭാഗങ്ങൾ നമുക്ക് നാളെ അവലോകനം ചെയ്തു കൊണ്ടുപോകാം. സമയം കഴിഞ്ഞിരിക്കെ ഇവിടെ തന്നെ നിർത്തുന്നു. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീഹരയേ നമഃ.